മൺചട്ടിയിൽ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ സ്വാദിൻ്റെ പര്യായമായിട്ടാണ് പറയുന്നത് അല്ലേ. എല്ലാ അമ്മമാരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മീൻ കറിയൊക്കെ ഈ ചട്ടിയിൽ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മീൻ കറി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എൻ്റെ ഇച്ചായൻ്റെ അമ്മയാണെങ്കിൽ ഇതിൻ്റെ വലിയൊരു കടുത്ത ആരാധികയാണ് കേട്ടോ മൺചട്ടിയുടെ. മിക്കതും അമ്മ അതിൽ തന്നെയായിരിക്കും ഉണ്ടാക്കുക. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. ചട്ടി മേടിച്ചതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേക്കും കടുകിടുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. കടുക് ഇങ്ങനെ ടപ്പ് ടപ്പ് ടപ്പിന്ന് പൊട്ടി വരണം കേട്ടോ, അതിന് സമയം കൊടുക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇവന്മാരെ ഒന്ന് സൈഡാക്കി മാറ്റി വെക്കണം, എല്ലാ അരിഞ്ഞ് മാറ്റി വെക്കണം. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിലൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. കടുക് പൊട്ടാതെ വന്നപ്പോൾ ഞാൻ ആ സ്പൂണെടുത്ത് ഇളക്കം കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ടപ്പ് 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 ടപ്പേന്ന് പൊട്ടി. അത് കേൾക്കുമ്പോഴാണ് ഒരാശ്വാസമാവുന്നത്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് 2 വെളുത്തുള്ളിയാണ് ഇടുന്നത്. 2 വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് വലിയ വെളുത്തുള്ളിയാണ്. ഞാൻ അതിനെ 2-3 ഭാഗമായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് അതിനകത്തോട്ടേക്ക് ഇടുന്നത്. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് ഇടുവാണ് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ നടുവേ കീറുന്നത് ഇച്ചായൻ്റെ പേരൻസ് എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വലിയ കഷ്ണമായിട്ട് കാണുകയും ചെയ്യാൻ കറിയില്ല, വേണമെങ്കിൽ അതങ്ങ് എടുത്തും കളയാമല്ലോ. അപ്പോൾ അതൊരു ടിപ്പാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ ഇവന്മാർ 2 പേരും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നൊരു സാധനമാണ് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ട് ഇടാം. കറിവേപ്പിലൊക്കെ ഇവിടെ അമൃത് കിട്ടുന്നത് പോലെയാണ്. ഞാൻ 2 ഗ്ലാസ് കണ്ടെയ്നറിലാക്കി അതിങ്ങനെ അടച്ച് അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ചൊക്കെയാണ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ലൈഫ് കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് കുറേ നാളത്തേക്ക് ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടും. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇവരെ നന്നായിട്ട് ഞാനിങ്ങനെ മുരിച്ചെടുക്കുവാണ്. അധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, കറിവേപ്പില അല്ലെങ്കിൽ അങ്ങ് ക്രിസ്പി ആയിപ്പോവും. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇടാം. സവോള നല്ല ഒരു ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് അരിയാം, പക്ഷെ ഞാനിവിടെ എൻ്റെ ഒരു ക്വിക്ക് റെസിപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴട്ടുക. എനിക്കിങ്ങനെ വഴട്ടി അതിൻ്റെ ഒരു പാകം എത്തിക്കഴിഞ്ഞ് കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഇതിലേക്കിട്ട് അവരെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇങ്ങനെ വെക്കുക. അപ്പോൾ ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് സാധനമാണല്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് മുളകും ഇടാം. എന്ന് വെച്ചാൽ ഹാർഡ് സാധനം ആയതുകൊണ്ട് ഇതിട്ടതല്ല, അത് നമുക്ക് കുറച്ച് മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് മുളകിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇത് കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ അതിൻ്റെ മിഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനത് ഇളക്കി നോക്കിയപ്പോൾ അടിയിലുള്ള ബീറ്റ്റൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കളറ് മാറി നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടേണ്ടതിന് വേണ്ടി ഞാനവിടെ കുറച്ച് നേരം കൂടെ അടുപ്പിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കളറായി. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. നമ്മൾ ചെയ്താണ് പഠിക്കുക. എന്നെപ്പോലുള്ള തുടക്കക്കാരാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ പാത്രമുള്ള ഒരു ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി കിട്ടും.